വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ട് നോക്കുന്നത്. നല്ല നാടൻ സ്റ്റൈലിൽ ചെയ്യുന്ന ഒരു ചിക്കൻ കറി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് ആദ്യം ഒരു മാരിനേഷൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മാരിനേഷൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ മസാലയൊക്കെ പിടിച്ച് കിട്ടും. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 സബോളയാണ് എടുത്തേക്കുന്നത്. വലിയ സബോളയാണ് എടുത്തേക്കുന്നത്. നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. പച്ചമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് 1-2 വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം. അതുപോലെ തന്നെ 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, അത് നീളത്തിൽ അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില. പിന്നെ നമുക്കിതിലേക്ക് 2 ടൊമാറ്റോ ആണ് വേണ്ടത്. വലിയ ടൊമാറ്റോ ആയിട്ട് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ തന്നെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് മസാല ഇതിലിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പെരിഞ്ജീരകം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ഗ്രാമ്പു, 4 ഏലക്കായ, 1 ബേ ലീഫ്, 2 ചെറിയ കഷ്ണം പട്ട, ഇത്രയും സാധനം കൂടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ഈ മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. മസാല ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സബോളയും ഇഞ്ചി, പച്ചമുളക്, വേപ്പില എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില എല്ലാം ചേർത്ത് കൊടുക്കാം. നമുക്കിതൊരു ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സവോളയൊക്കെ വേഗം വഴന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബ്രൗൺ കളറാവുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം സാധാരണ എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ ഇത് മല്ലിപ്പൊടിയാണ്. ഇതും 1.5 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. ഇത് പെരിഞ്ജീരകം പൊടിച്ചതാണ്. ഇത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ. ഇത് മാഗി ക്യൂബാണ്. ഇത് ഞാൻ ഒരു മാഗി ക്യൂബിനെ ചെറിയ പീസുകളാക്കി വെച്ചേക്കുന്നതാണ്. ഇതും കൂടി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാളയൊക്കെ നല്ലതായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലപ്പൊടികൾ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളി വേവാനായിട്ട് കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളം മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് മസാലയും ചിക്കനൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ മസാലയും ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ തിളച്ച വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരിക്കലും പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. തിളച്ച വെള്ളം തന്നെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമുക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെക്കാം. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചിക്കൻ വേവും, പക്ഷെ നമ്മുടെ ചാറൊന്നും കുറുതായി കിട്ടില്ല. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മസാല വഴറ്റുന്ന നേരത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാഗി ക്യൂബിലും കുറച്ച് ഉപ്പുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ചേർക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എപ്പോഴും ചിക്കനൊക്കെ സ്ലോ കുക്ക് ചെയ്തെടുക്കുമ്പോഴാട്ടോ ടേസ്റ്റ്. അപ്പോൾ നമുക്കത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് വേപ്പില കൂടി ഇട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും ചെയ്യണം. താങ്ക്